ഏതാനും വർഷങ്ങളായിട്ട് വെസ്റ്റ് ഏഷ്യ ഒരു തരത്തിലും സമാധാന അന്തരീക്ഷത്തിലൂടെയല്ല കടന്നു പോകുന്നത്. ആദ്യം യുക്രൈൻ റഷ്യ വാർ, അതിന് ഒരു തരത്തിൽ പരിസമാപ്തി വന്നു എന്ന് സമാധാനിച്ചിരിക്കുമ്പോഴേക്കാണ് ഫെബ്രുവരി 28 ഇസ്രായേൽ US സഖ്യം ഇറാനെ ആക്രമിക്കുന്നത്. ഈ ആക്രമണങ്ങൾ ഒക്കെ ആഗോളതലത്തിൽ വിലവർദ്ധനവിന് കാരണമാകുന്നു. ഒരുപാട് കാരണങ്ങളുണ്ട് അതിലേക്ക് നയിക്കുന്നത്. അങ്ങനെ ആഗോളതലത്തിൽ വിലവർദ്ധനവിന് കാരണമാകുന്നു. ആഗോള യുദ്ധത്തിൻ്റെ തരംഗങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഓഹരി വിപണി ആർക്കും വിശ്വസനീയമായ വിപണിയായിരിക്കുകയില്ല. അതായത് അവനവൻ്റെ സ്വത്ത് സമ്പത്ത് കരുതി വയ്ക്കാൻ പറ്റിയ ഇടമല്ല ഓഹരി വിപണി. ഇപ്പോൾ ഇന്ത്യയിലെ ഓഹരി വിപണിയിൽ നിന്ന് തന്നെ വലിയ തോതിൽ മൂലധനം, ഇന്ത്യയിൽ ഓഹരി വിപണിയിൽ വിന്യസിച്ചിരുന്ന മൂലധനം വിദേശത്തേക്ക് കടന്നുപോയി. അതായത് വിദേശ കോർപ്പറേറ്റുകളും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചിരുന്ന നിക്ഷേപം വലിയ അളവിൽ ഈ ഫെബ്രുവരി 28 ശേഷം ഇന്ത്യ വിട്ടുപോയി. അപ്പോൾ എന്ന് വെച്ചാൽ ഓഹരി വിപണി എപ്പോഴും കരടിയുടെ പിടിയിലാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ അപൂർവമായി മാത്രമേ കരടിയുടെ പിടിയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് മുകളിൽ വന്നിട്ടുള്ളൂ. പക്ഷേ അധികം താമസിയാതെ വീണ്ടും അത് കരടിയുടെ പിടിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് കണ്ടത്. ഇപ്പോൾ ഇന്ന് തന്നെ നമുക്കറിയാം സെൻസെക്സ് ഇത്തിരി പോസിറ്റീവാണ്, പക്ഷേ നിഫ്റ്റി നെഗറ്റീവാണ്. അതാണ് അവസ്ഥ. അപ്പോൾ ഓഹരി വിപണിയിലെ പണം നിക്ഷേപം ഒരു തരത്തിലും പ്രയോജനം ചെയ്യില്ല. എന്ന് വെച്ചാൽ ലാഭം നൽകുകയില്ല. പിന്നെ ഏതാണ് മാർഗം? അമേരിക്കൻ ഡോളറിൽ എല്ലാവർക്കും എപ്പോഴും വളരെ പ്രിയമുള്ളതാണ് അമേരിക്കൻ ഡോളറിൽ നിക്ഷേപിക്കുക എന്നുള്ളത്. ഇപ്പോഴും അത് നല്ലത് തന്നെ. പക്ഷേ അമേരിക്കയും ഇസ്രായേലും കൂടിയാണല്ലോ ഇറാനുമായിട്ടുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ ഫെഡറൽ ബാങ്ക് എടുക്കുന്ന തീരുമാനങ്ങൾ അമേരിക്കൻ കറൻസിയുടെ, അതായത് US ഡോളറിൻ്റെ മൂല്യത്തിൽ ചിലപ്പോൾ വർധനവും ചിലപ്പോൾ ചെറിയ ഇറക്കങ്ങളും ഒക്കെ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് US ഡോളറും യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്ര സേഫല്ല. അപ്പോൾ പിന്നെ ഏതാണ് സേഫായിട്ടുള്ളത്? സ്വർണം. അതുകൊണ്ടാണ് സ്വർണത്തിലേക്ക് വളരെയധികം മൂലധനം, അതായത് നിക്ഷേപം ഒഴുകിയെത്തുന്നത് അസാധാരണ സാഹചര്യങ്ങളിൽ. അപ്പം ഈ ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധം, ആ യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ അത് നിന്ന് കിട്ടിയാൽ മതി എന്ന് ലോകം മുഴുവനും വിചാരിക്കാൻ തുടങ്ങി. ബിക്കോസ് ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് ഗതാഗതം, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിൻ്റെ പോക്കുവരവ് നിലച്ചതോടെ, അല്ലെങ്കിൽ അത് പ്രതിസന്ധിയിലായതോടെ ലോകം മുഴുവനും വിലക്കയറ്റം ഉണ്ടാകാൻ തുടങ്ങി. അപ്പോഴേക്കും എല്ലാ രാജ്യങ്ങളും ഈ യുദ്ധം ഒന്ന് അവസാനിച്ച് കിട്ടണം എന്ന് ആഗ്രഹിക്കാൻ തുടങ്ങി. പക്ഷേ അമേരിക്ക ഒരു സൂപ്പർ പവറായിട്ട് സ്വയം തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ട് അമേരിക്കയും അതോടൊപ്പം ഇസ്രായേലും കൂടി ചേർന്നാൽ അവർക്ക് അമേരിക്കയ്ക്ക് പ്രത്യേക ചിറക് മുളയ്ക്കുന്ന ഒരനുഭൂതിയാണ്. അപ്പോൾ പിന്നെ ഏത് ശക്തി പറഞ്ഞാലും അവരെ യുണൈറ്റഡ് നേഷൻസ് ആകട്ടെ, ഏത് പരമോന്നത ശക്തി എന്ന് നാം വിചാരിക്കുന്നവർ പറഞ്ഞാലും അവരെക്കാളൊക്കെ ശക്തരാണ് ഞങ്ങൾ എന്ന രീതിയിലാണ് അമേരിക്ക മുന്നോട്ട് പോവുക. അപ്പോൾ ഇറാൻ ആണെങ്കിലും ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്ന് പിൻപോട്ട് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ പല കഴിവുകളും പറഞ്ഞ് രണ്ടു കൂട്ടരും, അതായത് ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു, അടുത്ത നിമിഷം തന്നെ ആ ഒത്തുതീർപ്പിൽ നിന്ന് ആരെങ്കിലും ഒരു കൂട്ടർ പിന്തിരിയുന്നു. അപ്പോൾ അടുത്ത കൂട്ടരും അതുപോലെ തന്നെ അക്രമാസക്തരാകുന്നു. ഈ തരത്തിൽ മുൻപോട്ട് പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. $70 ചുറ്റുവട്ടത്തിലായിരുന്ന ക്രൂഡ് ഓയിലിൻ്റെ അന്താരാഷ്ട്ര വില വളരെയധികം കുതിച്ചുയരുന്നത് നമ്മൾ കണ്ടു. അത് സമാധാനം വരുന്നു എന്ന് തോന്നിയ അവസരത്തിൽ വീണ്ടും താഴേക്ക് വന്നു. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും അതെ, ഇറാനും അതെ, യുദ്ധം അവസാനിപ്പിക്കുന്ന ലക്ഷണങ്ങളൊന്നുമില്ല.
അപ്പോൾ എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ? സ്വർണത്തിലേക്കുള്ള നിക്ഷേപം, അത് നമുക്കറിയാം. ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ വിലക്കയറ്റം സ്വർണത്തിനുണ്ടായത്. 1,30,000 രൂപ വരെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഉയർന്നു എന്ന് വെച്ചാൽ അത്രയേറെ ആകർഷണീയമായി സ്വർണത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നർത്ഥം. അത്രയേറെ അനാകർഷകമായി ഓഹരി വിപണി എന്ന് മറ്റൊരർത്ഥത്തിൽ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വർണത്തിന് ഇപ്പോൾ പല തരത്തിലുള്ള നിക്ഷേപ സാധ്യതകളാണ്. അതായത് ഡിജിറ്റലായിട്ട് സ്വർണം നിക്ഷേപിക്കുന്ന രീതികൾ പല തരത്തിലുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് സ്വർണത്തിലിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്വർണത്തിൻ്റെ വിലയിലെ കയറ്റിറക്കങ്ങൾ പക്ഷേ എല്ലായ്പ്പോഴും നാം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി കൂടും, പിന്നെ ഇത്തിരി കുറയും. 1,30,000-ലെത്തി, അതിനുശേഷം അത് താഴേക്ക് വന്നു. അത് ഈ അടുത്ത കാലത്തായിട്ട്, അതായത് ഇറാനും അമേരിക്കയും കൂടി ഒരു ട്രീറ്റിയിലെത്തുമെന്ന ഒരവസ്ഥ വന്നതിന് ശേഷം അത് 1,15,000-ൻ്റെ ചുറ്റുവട്ടത്തിലാണ്. അതിപ്പോൾ 1,00,000-ലേക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ നാളെ അത് വീണ്ടും 500 കൂടിയെന്നിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കൂടിയെന്നിരിക്കാം. ഏതായാലും 1,00,000-ൻ്റെ താഴേക്ക് വരുന്ന ലക്ഷണം തൽക്കാലം കാണുന്നില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടെ ഓണക്കാലം വരികയാണ്. വലിയ അഡ്വർടൈസ്മെൻറ്റ്സ്, നമുക്കറിയാം ഈ സ്വർണ്ണ വ്യാപാരികളൊക്കെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് നടത്തി എന്താണ് പറയുക, ഉപഭോക്താക്കളെ ആകർഷിക്കാനുള്ള സർവ്വതന്ത്രങ്ങളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണല്ലോ ഈ അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിയാൽ ധനലക്ഷ്മി നിങ്ങളുടെ കൂടെ വരും എന്ന രീതിയിലാണ് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ നടത്താറുള്ളത്. പക്ഷേ ധനലക്ഷ്മി ഒന്നും അതുകൊണ്ട് കൂടെ വരില്ല എന്ന് തന്നെയാണ് ഒരു വലിയ എന്താ പറയുക ഈ വിദഗ്ധൻ, ഈ മേഖലയിലെ വളരെ പ്രശസ്തനായ ഒരു വിദഗ്ധൻ, അദ്ദേഹം നമ്മുടെ ചാനലുകളിലൊക്കെ ചർച്ചയ്ക്കും വരാറുള്ളത് അക്ഷയ തൃതീയ ഒക്കെ വെച്ചിട്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പക്ഷേ പറയുന്നില്ല, അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് അക്ഷയ തൃതീയയും സ്വർണം വാങ്ങലും തമ്മിൽ ഒരു തരത്തിലും ബന്ധമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് അത് വിശ്വാസമാണ്. അതായത് അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിച്ചാൽ, ഒരു തരി സ്വർണം വാങ്ങിച്ചാൽ ധനലക്ഷ്മി നമ്മളോട് ഒത്തുവരും എന്ന ഒരു ധാരണ, എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്ക് ആ വർഷം ലഭിക്കുമെന്ന ഒരു ധാരണ രൂഢമൂലമാണ്. അത് ഏതെങ്കിലും നല്ല മാർക്കറ്റിംഗ് എക്സ്പേർട്ട് സ്വർണ്ണ വ്യാപാരികളെ ധരിപ്പിച്ച ഒരു കാര്യമായിരിക്കാം. ഇത് ധനലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെട്ട്, ഐശ്വര്യവുമായിട്ട് ബന്ധപ്പെട്ട് സ്വർണത്തെ ചേർത്ത് വെച്ചാൽ ഒരുപാട് സ്വർണത്തിൻ്റെ ഡിമാൻഡിൽ ഒരുപാട് വർധനവുണ്ടാകുമെന്ന്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വർഷം അക്ഷയ തൃതീയ ദിനം. അന്ന് 1,15,000 പോലെ എന്തോ ചുറ്റുവട്ടത്തിലായിരുന്നു സ്വർണത്തിൻ്റെ ഒരു പവൻ്റെ വില. എന്നിട്ട് 1,200 കോടിയുടെ സ്വർണമാണ് കേരളത്തിൽ മാത്രം വിറ്റഴിക്കപ്പെട്ടത് എന്നോർക്കണം. അപ്പോൾ ഈ യുദ്ധം ഒരു വശത്ത്, മറുവശത്ത് വിലക്കയറ്റം, ക്രൂഡ് ഓയിലിൻ്റെ വിലക്കയറ്റം, ഈ കൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് ഒരുപാട് വർദ്ധിച്ചു. ട്രേഡ് ഡെഫിസിറ്റ് GDPയുടെ 2.2% വരെ എത്തിയ സാഹചര്യമുണ്ടായിരുന്നു. അത് 3% വരെയൊക്കെ പോയി കളയും എന്ന് വരെ ധാരണയുണ്ടായിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ജനങ്ങളോട് ഒരാഹ്വാനം നടത്തി. അത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കും. അതായത് സ്വർണം വാങ്ങൽ കഴിവതും ഈ വർഷം വേണ്ടെന്ന് വയ്ക്കുക. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സ്വർണം വാങ്ങൽ ഈ വർഷം വേണ്ടെന്ന് വയ്ക്കുക എന്ന് പറഞ്ഞത്? അതായത് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് അഥവാ വ്യാപാര കമ്മി, 3 പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് വ്യാപാര കമ്മി കൂടുന്നത്. ഒന്നാമത്തെ പ്രധാന കാരണം നമ്മൾക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ 85-90% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അത് വാങ്ങണ്ട എന്ന് വെക്കാൻ പറ്റില്ല. അതിൽ പോലും നിയന്ത്രണങ്ങൾ ഈ വർഷം ഉണ്ടായി. യുദ്ധം ഉണ്ടായതിന് ശേഷം നമുക്കറിയാം വലിയ നിയന്ത്രണങ്ങളാണ്. പാചകവാതകത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പെട്രോൾ ഡീസലിൻ്റെ ഒക്കെ കാര്യത്തിലും വലിയ വിലക്കയറ്റവും ഉണ്ടായി, നിയന്ത്രണവും ഉണ്ടായി. അപ്പം അതിൽ പോലും നിയന്ത്രണമുണ്ടായി. പക്ഷേ ഒരു കാര്യം ഓർക്കണം,
പെട്രോളിയം ഉൽപ്പന്നങ്ങളിലോ പാചകവാതകത്തിലോ പിന്നെ നിയന്ത്രണം വച്ച് ഒരു രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം സമസ്ത മേഖലകളെയും ലിങ്ക് ചെയ്ത് പോകുന്ന ഒന്നാണ് ഈ പറയപ്പെട്ട പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. നാം ഭക്ഷിക്കുന്ന ആഹാരം ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തെക്കേ ഇന്ത്യയിലേക്കും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും പോകണമെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. അവിടെ അപ്പോൾ ഇന്ധനത്തിൻ്റെ ആവശ്യം വരുന്നു. അങ്ങനെ ഒരു തരത്തിലും നമ്മുടെ ഒരു രാജ്യത്തിന് മുൻപോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോഴത്തെ സ്ഥിതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വലിയ തോതിൽ വർദ്ധിച്ചാൽ. പക്ഷേ അതിന് പകരമായിട്ട് എത്തനോൾ കൊണ്ടോടുന്ന വണ്ടികളും ഒക്കെ ഇനി അതിലേക്ക് മാറണം എന്ന് ഇപ്പോൾ തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ നടപ്പിലാവുകയാണെങ്കിൽ മാത്രം നമുക്ക് ഹോർമൂസ് കടലിടുക്ക് അടച്ചാലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. പക്ഷേ അപ്പോൾ അതൊക്കെ ഇപ്പോഴും വലിയ വിദൂര സ്വപ്നമായിട്ട് മാത്രം അവശേഷിക്കുകയാണ്, എത്തനോളിലേക്കുള്ള മാറ്റം. അപ്പോൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നമുക്ക് ഒരു തരത്തിലും വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല. എത്ര വില കൊടുത്തും നാം ഇറക്കുമതി നടത്തിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത്, സ്വർണം വാങ്ങൽ കുറയ്ക്കൂ, ഈ വർഷം വേണ്ടെന്ന് വയ്ക്കൂ. അതെന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? നമ്മുടെ വ്യാപാര കമ്മിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ, ഒന്ന് പെട്രോളിയത്തിൻ്റെ ഇറക്കുമതി, 2 സ്വർണത്തിൻ്റെ ഇറക്കുമതി. അപ്പോൾ ഈ സ്വർണത്തിൻ്റെ ഇറക്കുമതി നമുക്കത് കഴിച്ചാലേ ജീവിക്കാൻ ഒക്കുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. അത് കാരണം കൊണ്ട് അത് നമുക്ക് ഒരു വർഷമോ ഒരിക്കലും വേണ്ട, വാങ്ങണ്ട എന്ന് വെച്ചാലും നമുക്ക് പ്രശ്നങ്ങളില്ല. പക്ഷേ ജനം അത് വാങ്ങുന്നു. അത് ഈ അക്ഷയ തൃതീയ പോലെയുള്ള അക്ഷയ കള്ളസ്വപ്നങ്ങൾ, കള്ളക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ്, ജനങ്ങളെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ സ്വർണത്തിൻ്റെ അടിമകളായി പോകുന്നു ഇന്ത്യക്കാരെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ഈശ്വരന്മാർ പോലും അടിമകളാണ് എന്ന് വിചാരിച്ചിട്ടാണല്ലോ ശബരിമലയിലും റാം ടെമ്പിളിലും ഒക്കെ സ്വർണം കൊണ്ടുവന്ന് കാണിക്കയായിട്ട് വെക്കുന്നത്. ഈശ്വരന്മാർക്ക് എന്തിനാണ് സ്വർണം എന്ന് പലപ്പോഴും ആലോചിച്ച് ചിരിക്കാൻ തോന്നാറുണ്ട്. കാരണം സർവ സൃഷ്ടിസ്ഥിതി ലയകാരകനാണ് ദൈവം. അങ്ങനെയുള്ള ദൈവത്തിന് സ്വർണം കൊണ്ട് എന്ത് ചെയ്യാനാണ്? അല്ലെങ്കിൽ അവരുടെ സൃഷ്ടിയല്ലേ ഈ സ്വർണവും മറ്റെല്ലാ അത്ഭുത കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്ത് എന്തിനാണ് സ്വർണത്തോട് ഇത്ര കമ്പം കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നത് വളരെ ശരിയായ ഒരു കാര്യമാണ്. പക്ഷേ ഇന്ത്യക്കാർ സ്വർണം വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് അതിൻ്റെ ലോജിക്കൊന്നും ആലോചിക്കാറില്ല. സ്വർണം വാങ്ങിച്ചാൽ ഐശ്വര്യം ഉണ്ടാകും, സ്വർണം നല്ലതാണ്. അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്, സ്വർണം മൂല്യം നഷ്ടപ്പെടാത്ത അസറ്റാണ് എന്നത് തന്നെ. ഏത് സാഹചര്യത്തിലും മൂല്യം നഷ്ടപ്പെടാത്ത അസറ്റാണ് സ്വർണം എന്നതുകൊണ്ടാണ് സ്വർണത്തിലേക്ക് ഇത്രയധികം ആകർഷണം ജനങ്ങൾക്കുണ്ടാകുന്നു. അപ്പോൾ ആ ആകർഷണം മൂലം സ്വർണം ഇറക്കുമതി ചെയ്ത് നമ്മുടെ എന്ത് ഡെഫിസിറ്റാണ്? നമ്മുടെ വ്യാപാര കമ്മി വർദ്ധിക്കുന്നു. എന്താണ് ഈ വ്യാപാര കമ്മി എന്ന് പറയുന്നത്? ഇന്ത്യയെ നാം വിദേശത്ത് നിന്ന് വാങ്ങുന്നതിന് അങ്ങോട്ട് കൊടുക്കണം പണം, നമ്മളിവിടെ നിന്ന് വിൽക്കുന്നതിന് അവിടെ നിന്ന് പണം ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് ഇങ്ങോട്ട് കിട്ടുന്നതിനേക്കാൾ വളരെ കൂടുതലാവുക, അതാണ് വ്യാപാര കമ്മി എന്ന് പറയുന്നത്. നാം എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങുന്നത്? പ്രധാനമായിട്ട് വാങ്ങുന്നത് സ്വർണം, പിന്നെ അത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒന്നാമത്, രണ്ടാമത് സ്വർണം, പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അത് വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്, നമ്മുടെ കൃഷി നമ്മുടെ അന്നമാണ്. അപ്പോൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ വേണ്ട എന്ന് വെക്കാവുന്ന ഒരേ ഒരു ഉൽപ്പന്നമാണ് സ്വർണം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് സ്വർണം വാങ്ങൽ ഈ വർഷം കുറയ്ക്കൂ എന്ന് അദ്ദേഹം പറയുക മാത്രമല്ല ചെയ്തത്. അതിനോടൊപ്പം തന്നെ സ്വർണത്തിൻ്റെ ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇറക്കുമതി ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഡ്യൂട്ടി, ആ ഡ്യൂട്ടി 6% നിന്ന് 15% വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ ചുങ്കം കൂടുമ്പോൾ വില കൂടും. അങ്ങനെയെങ്കിലും ഡിസ്കറേജ് ചെയ്യാം, ഈ വാങ്ങൽക്കാരെ ഒന്ന് പരാജയപ്പെടുത്താം, അല്ലെങ്കിൽ അവർക്ക്
ഒരു വേണ്ട, അയ്യോ സ്വർണത്തിൻ്റെ വില ഒത്തിരി കൂടി അതുകൊണ്ട് വേണ്ട എന്ന് വെക്കാം. അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ സ്വർണത്തിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇറക്കുമതി ചുങ്കം 6% 15% വലിയ വർധനവാണ് ഒറ്റയടിക്ക് ഉണ്ടാക്കിയത്. പക്ഷേ അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം 2014 BJP ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അന്ന് 15% ഇമ്പോർട്ട് ഡ്യൂട്ടി ഘട്ടം ഘട്ടമായി കുറച്ച് 6% എത്തിച്ചത്. അതിപ്പോൾ വീണ്ടും 15% തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയതിന് ശേഷം അത് നടത്തിയിട്ട് ഏകദേശം 2-3 മാസമായിരിക്കുന്നു സ്വർണത്തിൻ്റെ ഡ്യൂട്ടി വീണ്ടും വർദ്ധിപ്പിച്ചിട്ട്. അതായത് ഇറാൻ US വാർ തുടങ്ങിയതിന് ശേഷമാണ് സ്വർണത്തിൻ്റെ ഡ്യൂട്ടി വർദ്ധിപ്പിച്ചത്. പക്ഷേ അതിനുശേഷവും വലിയ തോതിൽ സ്വർണം ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലാണല്ലോ അക്ഷയ തൃതീയ വന്നത്. അക്ഷയ തൃതീയയുടെ ദിവസമാണ് കേരളത്തിൽ 1200 കോടിയുടെ സ്വർണം വാങ്ങിച്ചു എന്ന് കണക്കുകൾ പുറത്തു വന്നത്. പക്ഷേ ഓൾ ഇന്ത്യ തലത്തിൽ സ്വർണത്തിൻ്റെ വാങ്ങൽ ഒരുപാട് കുറഞ്ഞു. ഈ കഴിഞ്ഞ 2 മാസം ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് തന്നെ മെയ് ജൂൺ മാസങ്ങളിൽ സ്വർണത്തിൻ്റെ വാങ്ങൽ 40% കുറഞ്ഞതായിട്ടാണ് കണക്കുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു, വില വർദ്ധിച്ചു. അത് കാരണം കൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ വാങ്ങലിൽ കുറച്ച് ഡിം ആയിട്ടുണ്ട്, കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും സ്വർണത്തിൻ്റെ ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയാണ്. അപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ്. എല്ലാവരും കടം വാങ്ങിയും ചെലവഴിക്കുന്ന ഫെസ്റ്റിവലാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വർണത്തിൻ്റെ വില എത്ര കൂടിയിരുന്നാലും സ്വർണം വാങ്ങാൻ തയ്യാറാകും മലയാളികൾ. അതിന് അനുസരിച്ചാണ് അഡ്വർടൈസ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരെ കുഴിയിൽ വീഴിക്കാൻ തക്ക രീതിയിലാണ് അഡ്വർടൈസ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കടം മേടിച്ചൊക്കെ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്, സ്വർണം വാങ്ങരുത്. എന്താ കാരണം? നാളെ ഈ യുദ്ധം തന്നെ കുറച്ചും കൂടി ശക്തമായാൽ സ്വർണത്തിൻ്റെ വില പിന്നെയും കുതിച്ചുയരും. പക്ഷേ ഈ യുദ്ധം കെട്ടടങ്ങിയാലോ? കെട്ടടങ്ങി സമാധാന അന്തരീക്ഷം വന്നാൽ സ്വർണത്തിൻ്റെ വില 1,00,000 താഴേക്ക് പോകും. അപ്പോൾ നഷ്ടമാകും. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് നല്ലതാണ്. കാരണം എപ്പോഴും മൂല്യം ഉണ്ടാകും. എന്ന് വെച്ചാൽ ഏറ്റവും ഇപ്പോൾ പറയുന്നതുപോലെ 1,35,000 പോകില്ല. എങ്കിലും നാം പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഒരു നല്ല മൂല്യം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ് സ്വർണം. അതുകൊണ്ട് തന്നെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് തെറ്റല്ല. പക്ഷേ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടി ഏത് കുമാർഗവും സ്വീകരിക്കാം എന്ന് വിചാരിക്കുന്നതും എങ്ങനെയും സ്വർണത്തിൽ നിക്ഷേപിച്ചേ പറ്റൂ എന്ന് വിചാരിക്കുന്നതും ഒരു കാരണവശാലും ന്യായീകരിക്കാവുന്നതല്ല. അതുപോലെ തന്നെ ഈ വിവാഹം എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ പെണ്ണില്ലെങ്കിലും വേണ്ടില്ല, സ്വർണം ഉണ്ടോ, സ്വർണം ഉണ്ടെങ്കിൽ എനിക്ക് തന്നേക്കൂ എന്ന് പറയുന്ന തരത്തിലുള്ള വിവാഹ വീരന്മാരെ അപ്പോൾ തന്നെ ഓടിക്കണം. ഇവിടെ പെണ്ണുമില്ല സ്വർണവുമില്ല എന്ന് പറഞ്ഞ് തൻ്റെ ഇടത്തോടെ ഓടിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്വർണത്തിൻ്റെ വില കയറി ഇറങ്ങിപ്പോകാൻ കേരളത്തിൽ ഇത്രയധികം, അതായത് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണം എന്ന് പറയുന്നത് 800 ടൺ മുതൽ 1000 ടൺ വരെയാണ് ഒരു വർഷം. അതിൽ 20% വാങ്ങുന്നത്, ഏറ്റവും കൂടുതൽ വാങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 2.5% അതിൻ്റെ ചുറ്റുവട്ടത്തിലാണ്. അതായത് 2.5% പോപ്പുലേഷനാണ് ഇന്ത്യയുടെ കേരളത്തിലുള്ളത്. എന്നിട്ട് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണത്തിൻ്റെ 20% വിൽക്കപ്പെടുന്നത് കേരളത്തിലാണ് എന്നുള്ളത് ലജ്ജാകരമായ ഒരു കാര്യമാണ്. കാരണം വിദ്യ കൊണ്ടൊക്കെ മുന്നിൽ നിൽക്കുന്ന കേരളം, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഒന്നാമതെത്തി നിൽക്കുന്ന കേരളം സ്വർണത്തോടുള്ള ഭ്രമത്തിൽ 1-ാം സ്ഥാനത്തെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മളതിന് പറയുക? ഇന്ത്യയിലെ ആകെ സ്വർണത്തിൻ്റെ 20% മലയാളികളെ വാങ്ങിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഷെയിം തോന്നും, നാണക്കേട് തോന്നും. അപ്പോൾ ഈ സ്വർണത്തോടുള്ള ഭ്രാന്ത് തീർച്ചയായിട്ടും കുറച്ചു കൊണ്ടുവരണം. അതുമാത്രവുമല്ല, കഴിഞ്ഞ ദിവസമല്ലേ നമ്മൾ കേട്ടത് പാലക്കാട് 1/2 പവൻ്റെ മൂക്കുത്തി കാതിലിട്ട ഒരു 64 വയസ്സായ 64 66 വയസ്സുള്ള ഒരു വൃദ്ധയെ തൊട്ടടുത്ത വീട്ടിലെ 20 വയസ്സിൽ താഴെ പ്രായമുള്ള മകനെ പോലെ ആ സ്ത്രീ അയാളെ കണ്ടിട്ടുണ്ടാകണം, കരുതിയിട്ടുണ്ടാകണം, സ്നേഹിച്ചിട്ടും വിളിച്ചിട്ടും ഒക്കെ ഉണ്ടാകണം.
അങ്ങനെയുള്ള ഒരുത്തൻ ആ സ്ത്രീയെ കാതിലെ കമ്മൽ മുറിച്ചെടുത്ത് കൊന്ന് കത്തിച്ച കാര്യം നമ്മൾ കേട്ടു. ഇതുപോലെ എന്തുമാത്രം സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് സ്വർണത്തിന് വേണ്ടി. അതുകൊണ്ട് സ്വർണം ധരിച്ചുകൊണ്ട് നടക്കുന്നത് തന്നെ തെറ്റാണ്. സ്വർണം വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിലും അല്ല എവിടെയെങ്കിലും കരുതി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ദേഹത്തണിഞ്ഞ് നടക്കുന്നതും എനിക്ക് സ്വർണമുണ്ട് എന്ന് വിളംബരം ചെയ്യുന്നതുമൊക്കെ സ്ത്രീകൾ നിർത്തണം. കാരണം അതൊക്കെ വലിയ അപകടമാണ്. സ്വർണത്തിൻ്റെ വില ഇത്ര കൂടിയിരിക്കുമ്പോൾ നമ്മുടെ മലയാളി പയ്യന്മാരും പെൺകുട്ടികളും ഒക്കെ കായികാധ്വാനം ചെയ്യുന്ന കാര്യത്തിൽ വലിയ മടിയുള്ളവരാണ്. അപ്പോൾ അവർക്ക് നല്ല ജോലി, വലിയ വൈറ്റ് കോളർ ജോബ്, അതാണ് അവരുടെ ആഗ്രഹം. വൈറ്റ് കോളർ ജോബ് ഒന്നുമില്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി ആരെയും കൊല്ലാൻ, എവിടുന്ന് മോഷ്ടിക്കാനൊക്കെ അവർ ചിലപ്പോൾ തയ്യാറായെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് സ്വർണം ഉണ്ടെങ്കിൽ തന്നെ അത് വെക്കേണ്ടിടത്ത് സൂക്ഷിച്ച് വയ്ക്കുക, ഒരു കള്ളനും കൊണ്ടുപോകാത്ത സ്ഥലത്ത്. എന്നിട്ട് ആഭരണങ്ങളിൽ സ്വർണം കാണിച്ച് ആരെയും വീട്ടിലേക്ക് ആകർഷിക്കരുത്. പകരം നമുക്ക് എന്തുമാത്രം, അതായത് പിന്നെ എന്താ പറയുക, മറ്റേതെല്ലാം തരത്തിൽ ഉള്ള ആഭരണങ്ങൾ, വളരെ മനോഹരങ്ങളായ ആഭരണങ്ങൾ കിട്ടും നമുക്ക് പേൾസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതും വില കൂടിയ പേൾസ് അല്ല, വെറും സാധാരണ പേൾസ് കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള ആഭരണങ്ങളൊക്കെ ധാരാളം കിട്ടും. അതൊക്കെ അലങ്കാരത്തിന് വേണ്ടി, അതായത് സുന്ദരിയായിട്ട് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെയുള്ള ആഭരണങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ അത്തരം ആഭരണങ്ങൾ മേടിക്കുക. സ്വർണ്ണാഭരണങ്ങളിലേക്ക് പോകാതെ നമ്മൾ അഹങ്കാരം വഴി, അതായത് വലിയ ആഭരണങ്ങളൊക്കെ ധരിച്ച് ഞാൻ വലിയ പണക്കാരിയാണ് എന്നൊക്കെ കരുതി ഇത്ര വില കുറഞ്ഞ മനസ്സുമായി നടക്കുന്നവർക്ക് വലിയ അപകടങ്ങളാകും. ഇതുപോലെയുള്ള ആ പാവപ്പെട്ട സ്ത്രീക്ക് സംഭവിച്ചതുപോലെയുള്ള അനുഭവങ്ങളാകും കാത്തിരിക്കുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് സ്വയം നടന്നെടുക്കാതെ സ്വർണത്തോടുള്ള ഭ്രാന്ത് കുറയ്ക്കുക, സ്വർണ്ണാഭരണങ്ങൾ അണിയുന്നത് കുറയ്ക്കുക. അതായിരിക്കും ഒരു സാമാന്യ യുക്തിയും ബുദ്ധിയുമുള്ള പെണ്ണുങ്ങളിൽ നിന്ന് നാം ആഗ്രഹിക്കുന്നത്. കണ്ടിട്ടില്ലേ? എനിക്ക് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്, പുച്ഛവും തോന്നാറുണ്ട്. വലിയ സ്വർണത്തിൽ ഉള്ള വലിയ വള ഇട്ടിരിക്കുന്ന പുരുഷന്മാർ, കഴുത്തിൽ വലിയ ചങ്ങല പോലത്തെ മാല ഇട്ടിരിക്കുന്ന പുരുഷന്മാർ, ഇവരൊക്കെ വലിയ സെലിബ്രിറ്റികളാണ് കേട്ടോ, അഡ്വർടൈസ്മെൻറ്റ്സിൽ വരുന്നവരാണ്. ഈ അഡ്വർടൈസ് ചെയ്യാൻ അവരെ വിളിക്കുന്ന കമ്പനികളാണ് ഈ വലിയ വളയും തളയും ഒക്കെ അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. അവർക്ക് വലിയ സന്തോഷമാണ്. ലക്ഷങ്ങളുടെ, ചിലപ്പോൾ കോടികളുടെ ഒക്കെ കൈനീട്ടം വാങ്ങിച്ചതിന് ശേഷമാണ് അവർ സ്വർണത്തിന് വേണ്ടിയോ ഓരോരോ ആഭരണങ്ങൾക്ക് വേണ്ടിയൊക്കെ, വനിതകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് നടത്തി കൊടുക്കുന്നത്. അപ്പം എനിക്ക് ലജ്ജ തോന്നാറുണ്ട് പുരുഷന്മാരൊക്കെ ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ച് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി വരുന്നത്. ഒരു കാരണവശാലും ഏത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും, സ്വർണത്തിന് വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോഴാണെങ്കിലും പുരുഷൻ ചെയ്യേണ്ടത് ഈ സ്വർണം എനിക്ക് വേണ്ട എന്ന്, പക്ഷേ പകരം ഒരു ഇരുമ്പ് വളയിട്ട് കാണിക്കട്ടെ. അതായത് ആരെങ്കിലും വെട്ടാൻ വന്നാലും ശക്തമായിട്ട് തടുക്കാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെ കാണിച്ചാൽ വേണ്ടില്ല. ഇത് പൊങ്ങച്ചത്തിന് വേണ്ടി സ്വർണം ധരിച്ച് പാവപ്പെട്ടവരെ പോലും അതിലേക്ക് ആകർഷിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അതാണ് അവർക്ക് ഈ സ്വർണം കൊടുക്കുന്നവരുടെയും അവരെ സെലിബ്രിറ്റിയാക്കി അഡ്വർടൈസ് ചെയ്യാൻ ക്ഷണിക്കുന്നവരുടെയും ഒക്കെ ലക്ഷ്യം. ഈ വലിയ നടന്മാരും നടിമാരും ഒക്കെ ഇതൊക്കെ ധരിച്ചു കൊണ്ടു നടന്ന് പാവങ്ങളെ കാണിക്കട്ടെ, അപ്പോഴാണ് അവർക്ക് വാങ്ങാനുള്ള താല്പര്യം ഉണ്ടാവുക എന്ന് കരുതിയിട്ടാണ്. മനുഷ്യ വികസന സൂചികയിലും സംസ്കാരത്തിലുമൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് ഊറ്റം കൊള്ളുമ്പോൾ ഈ സ്വർണഭ്രമം നമ്മെ കൊണ്ടെത്തിക്കുന്നത് അതിൻ്റെ മറുവശത്താണ്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി സ്വർണത്തോടുള്ള ഭ്രമം ഉപേക്ഷിക്കുക. നിങ്ങൾ സ്വർണം വാങ്ങുക, പക്ഷേ അത് ഭദ്രമായി ബാങ്ക് ലോക്കറിലോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ലോക്കറിലോ സൂക്ഷിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ആ സ്വർണം മുഴുവൻ ആഭരണമാക്കി ധരിച്ച് കൈയും കാലും ഇല്ലാത്തവരായോ ജീവനില്ലാത്തവരായോ അവശേഷിക്കാതിരിക്കുന്നതിലും ഭേദമല്ലേ ആ സ്വർണം കരുതി വെക്കേണ്ടിടത്ത് കരുതി വെച്ച് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ അണിയാതെ, സ്വർണ്ണാഭരണ വിഭൂഷിയായിട്ടല്ലാതെ പുറത്തിറങ്ങുന്നത്.